ഇന്ന് നമുക്ക് സാമ്പത്തിക ശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഖ്യയെപ്പറ്റി സംസാരിക്കാം. GDP. ഇത് നമ്മൾ വാർത്തയിലൊക്കെ എപ്പോഴും കേൾക്കുന്ന ഒന്നാണല്ലോ. പക്ഷെ സത്യത്തിൽ ഇതെങ്ങനെയാണ് കണക്കാക്കുന്നത്? അതിനുള്ള ഉത്തരമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം, അതായത് GDP. ശരി, അപ്പൊ നമുക്ക് ഇതിലേക്ക് കടക്കാം. ഇതളക്കാൻ 3 വഴികളുണ്ട്, ഒരേ കാര്യത്തെ 3 വർഷത്തിൽ നിന്ന് നോക്കുന്നത് പോലെ. ആദ്യത്തെ വഴി രാജ്യമുണ്ടാക്കുന്ന എല്ലാത്തിന്റെയും മൂല്യം കണക്കാക്കുക എന്നതാണ്, കാറുകൾ മുതൽ മുടിവെട്ടുന്നതുവരെ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഡബിൾ കൗണ്ടിംഗ് എന്ന് പറയും. അത് നമുക്ക് ഒഴിവാക്കണം. അതായത് സ്റ്റീലിന്റെ വിലയും പിന്നെ കാറിന്റെ വിലയും എടുക്കില്ല, പകരം കാറിന്റെ അവസാന വില മാത്രം മതി. ഇനി രണ്ടാമത്തെ വഴി, രാജ്യം മൊത്തം ചിലവാക്കുന്നതെല്ലാം കൂട്ടിച്ചേർക്കുക. അതും ഒരു വഴിയാണ്. ഇതിൽ നമ്മൾ ബിസിനസ്സുകൾ, സർക്കാർ ചിലവഴിക്കുന്നതെല്ലാം വരും, കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിലുള്ള വ്യത്യാസവും. മൂന്നാമത്തെ വഴി വരുമാനം കണക്കാക്കലാണ്. കാരണം ഒരാളുടെ ചെലവ് മറ്റൊരാളുടെ വരുമാനമാണല്ലോ. അതായത് തൊഴിലാളികളുടെ ശമ്പളം, വാടക, പലിശ, പിന്നെ ബിസിനസ്സുകളുടെ ലാഭം എല്ലാം കൂട്ടുന്നു. അതുകൊണ്ടുതന്നെ ഈ 3 രീതികളും നമ്മളെ ഒരേ സംഖ്യയിലേക്കാണ് എത്തിക്കേണ്ടത്: ഉൽപ്പാദനം, ചിലവ്, വരുമാനം. അപ്പൊ നമ്മൾ എന്തുണ്ടാക്കി, എന്ത് ചെലവാക്കി, അല്ലെങ്കിൽ എന്ത് സമ്പാദിച്ചു എന്ന് നോക്കിയാലും ഒരേ കാര്യമാണ് അളക്കുന്നത്. ശരി, പക്ഷേ എന്തിനാണ് ഈ ഒരൊറ്റ സംഖ്യയ്ക്ക് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്? ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ആരോഗ്യം കാണിച്ചു തരുന്നു. ഇത് സർക്കാരിന്റെ തീരുമാനങ്ങളെയും രാജ്യങ്ങളെ താരതമ്യം ചെയ്യാനും സഹായിക്കുന്നു. പക്ഷേ GDP സമ്പദ്വ്യവസ്ഥയുടെ വലിപ്പം മാത്രമേ പറയുന്നുള്ളൂ. സന്തോഷം, വിദ്യാഭ്യാസം പോലുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നില്ല. അപ്പോൾ ഒരു രാജ്യത്തിന്റെ പുരോഗതി അളക്കാൻ GDP മാത്രം മതിയോ?